മണിക്കുട്ടി ഇങ്ങ് വാ. ഞങ്ങളുടെ 3 പേരുടെയും കൂടി ഒരു ഫോട്ടോ എടുത്തേ കൃഷ്ണ. അതിനെന്താ? ചിരിച്ച്. ആ 2 പേരും എന്റെ കവിളത്തോരോ ഉമ്മ തന്നേ. കൃഷ്ണ ആ ഫോട്ടോ കൂടി എടുക്കണേ. കൃഷ്ണ അതിങ്ങ് തന്നെ. കണ്ടോ മുത്തേ, വളരെ നന്നായിട്ടുണ്ട്. എനിക്കിഷ്ടമല്ല. അമ്മേ, അച്ഛനും മണിക്കുട്ടി എടുത്ത ഫോട്ടോ ഒന്ന് കാണിക്കാവോ? ഞാൻ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തു. നിന്റെ ഉണക്ക ഫോട്ടോ. വാ മോളെ. ഒരുപാട് ആഗ്രഹിച്ചെടുത്തു തരുന്നില്ലേ ആ ഫോട്ടോ? മോള് സാറിന്റെ കൂടെ നിന്നോ, ആന്റി എടുത്തു തരാം. സാരമില്ല, ആ ഫോട്ടോ എന്റെ മനസ്സിലുണ്ട് ആന്റി. ഹലോ. ഹലോ, ആരാ? എന്റെ ശബ്ദം കേട്ടിട്ട് ആരാണെന്ന് മനസ്സിലായോ? ഇല്ല. ഒന്നുകിൽ നിങ്ങൾ ആരാണെന്ന് വ്യക്തമായിട്ട് പറയണം, അല്ലെങ്കിൽ ഞാനിപ്പോ ഫോൺ കട്ട് ചെയ്യാൻ പോവാ. അയ്യോ, കണ്ണേട്ട. പിന്നല്ലാതെ. കണ്ണേട്ടന്റെ നമ്പർ ഇതല്ലായിരുന്നല്ലോ. അത് ഞാൻ പുതിയൊരു നമ്പർ എടുത്തതാ. എനിക്ക് രാധയെ വിളിക്കാൻ, വിവരങ്ങൾ അറിയാം. വേറെ ആരെയും പേടിക്കണ്ടല്ലോ. രാധേ, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? ഒരിക്കലുമില്ല. കണ്ണേട്ടൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ എന്ന് എനിക്കറിയാം, എല്ലാവരെയും. വേണമെങ്കിൽ ഞങ്ങളെ ഉപേക്ഷിക്കായിരുന്നല്ലോ. എന്നിട്ടും അങ്ങനെ ചെയ്യാത്ത എന്താ? സ്നേഹം കൊണ്ട്. എന്നോട് മാത്രമല്ല, മണിക്കുട്ടിയോടും കൂടിയുള്ള സ്നേഹം. ഒരു മകൾക്ക് നൽകാവുന്ന എല്ലാ സ്നേഹവും കണ്ണേട്ടൻ അവൾക്ക് നൽകുന്നില്ലേ? അമ്മേ, ആരാ ഫോണില്? അത് ആരുമില്ല മോളെ. അമ്മ കണ്ണേട്ടാന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടല്ലോ. എനിക്ക് അച്ഛനോട് സംസാരിക്കണം. ഹലോ അച്ഛ. എന്താ അച്ഛാ മിണ്ടാത്തെ? എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിക്ക അച്ഛാ. ഹലോ. ഹലോ അച്ഛ. അച്ഛനിപ്പോ എവിടെയാ അച്ഛാ? മോളെ, അച്ഛൻ കുറച്ച് ദൂരെയാ. അതെവിടെയാണേ? ദുബായിലാണോ? ദുബായിലാ. കുറച്ചു നാൾ കഴിഞ്ഞ് അച്ഛന് വരാൻ പറ്റും. അച്ഛൻ വിളിച്ചല്ലോ, എനിക്ക് സന്തോഷമായി. മോൾക്ക് സുഖാണോ അവിടെ? സുഖാണ്. ഇപ്പോ വെക്കട്ടെ മോളെ. മണിക്കുട്ടിക്ക് അച്ഛനെനിക്ക് ഉമ്മ തന്നമ്മേ. ഉമ്മ. രാധേ, എന്താ എന്താ കണ്ണേട്ടാ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ കണ്ണേട്ടാ? വേഗം ചോദിച്ചിട്ട് പോ. മണിക്കുട്ടി എന്തു പറഞ്ഞു? അവളുടെ അച്ഛൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചതിനെ കുറിച്ച്. കണ്ണേട്ട് മണിക്കുട്ടിയെ വിളിക്കണ്ടായിരുന്നു ഒരിക്കലും.
അതെന്താ രാധ നീ അങ്ങനെ പറഞ്ഞത്? അച്ഛൻ വിളിക്കുന്നുണ്ടെന്ന് മണിക്കുട്ടി ഇവിടെ മറ്റാരോടെങ്കിലും പറഞ്ഞാലോ? അതുണ്ടാക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയായിരിക്കും? ഇത് കൃഷ്ണയും രാധികയല്ലേ? ഇവരെന്താ ഇത്ര സ്വകാര്യമായിട്ട് സംസാരിക്കുന്നത്?